ഉണ്ട്. നമുക്കോട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരെയും കർത്താവ് ആരോഗ്യത്തോടെ പരിപാലിക്കുമാറാകട്ടെ. ഇതുപോലെ ചിന്തിക്കാനുള്ള നമ്മുടെ സമയമാണല്ലോ. നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വരുന്ന തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്കർ അതിന്റെ 2-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. 17 മുതൽ നമുക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് 17 തൊട്ട് നമുക്ക് ചിന്തിപ്പാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരോട് തെസ്സലോനിക്കരുടെ വിശ്വാസത്തെയും പ്രത്യാശ സ്നേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് അവരോട് ആയിരുന്നത്, പെരുമാറിയതെന്നും ദീർഘമായി പറയുന്ന, വളരെ ആഴമായി വികാര വായ്പകളോടുകൂടെ വളരെ എന്താണ് അടുപ്പത്തോടുകൂടെ സംസാരിക്കുന്ന പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു 10-ാം ക്ലാസ് കൈക്കൊണ്ടാൽ എന്താണ് അതിന്റെ അനന്തരഫലങ്ങൾ, അത് നമ്മൾ പ്രവർത്തന നിരതമാണെന്നും അത് നമ്മുടെ ട്രാൻസ്ഫോർമേഷന് കാരണമാകുമെന്നും നമ്മൾ ചിന്തിച്ചു. ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത്, ഇനി അത് ആവർത്തിക്കുന്നില്ല, നമ്മൾ ചിന്തിച്ച ദൈവ കോപത്തിന് ഇരയാകുന്നവരാരാണെന്ന് 14-ാം വാക്യം ചിന്തിച്ചു. സുവിശേഷത്തെ എതിർക്കുകയും മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് അവരാണ് ദൈവകോപം ചലിച്ചു വെക്കുന്നത്. അവരുടെ മേലാണ് ദൈവക്രോധം മുഴുത്തു വരുന്നത്. അവർ പാപത്തെ പൂരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ദൈവക്രോധവും അതുപോലെ അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ദൈവക്രോധത്തിനിരയായിത്തീരുന്നത് ആരാണെന്ന് തെസ്സലോനിക്കയാണ്. അത് എന്താണ് അവരുടെ പ്രത്യേകത? അവിടെ തെസ്സലോനിക്ക ദേശത്ത് മാത്രമല്ല, അങ്ങനെയുള്ളവര് യഹൂദ്യദേശത്തും ഉണ്ട്. ഇതിൽ ദൈവസഭകളെല്ലാം ഈ കഷ്ടങ്ങൾ നേരിടുന്നുണ്ട്. നമുക്കത് അറിയാം. അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ ഇന്നും ദൈവസഭകൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ശക്തമായ വിലയിരുത്തൽ അപ്പോസ്തലൻ പൗലോസ് 16-ാം വാക്യത്തിൽ പറയുന്നു. ഞാൻ ഇനി ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. 17-ാം വാക്യം, സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. നമ്മുടെ കർത്താവായ യേശുവിന് മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാക്കിരമോ ആറാകുന്നു. നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ഇത് ഈ ഭാഗം, ഇതിന്റെ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മള് ഈ ലേഖനം എഴുതുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ഈ ഭാഗം കൂടെ ചിന്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അല്ലാതെ തന്നെ നമ്മുടെ സഭയിൽ അനവധി പ്രാവശ്യം കർത്താവിന്റെ ദാസൻ 1-ലധികം 2-ലധികം പ്രാവശ്യം, എനിക്ക് തോന്നുന്നു വളരെയധികം പ്രാവശ്യം ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്കിടയിൽ ഈ ഭാഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മളും ഈ തെസ്സലോനിക്ക പഠനം ആരംഭിച്ചപ്പോൾ അതിന്റെ സഭയുടെ സ്ഥാപനം എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഈ ലേഖനം എഴുതാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചപ്പോൾ അതിലൊരു കാരണമായി ഇത് പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പം അപ്പോസ്തലനായ പൗലോസിന്റെ ഈ നമ്മള് പറഞ്ഞല്ലോ, ഇവരോടുള്ള വിശ്വാസികളുമായിട്ടുള്ള സഭയുമായിട്ടുള്ള അപ്പോസ്തലന്റെ ഹംബിൾ ആൻഡ് ലവിങ് സർവീസിലൂടെ ഉടലെടുത്ത ഹെൽത്തി റിലേഷൻഷിപ്പ് ആണല്ലോ അവരുടെ ലീഡർഷിപ്പിന്റെ എസൻസ് ഒന്ന്. അപ്പൊ അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. അപ്പോസ്തലൻ എല്ലാവരോടും ഉണ്ട്. എല്ലാ സഭകളിലും നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ ഓരോരുത്തർക്കും അല്ലേ പ്രത്യേകമായ ആ സ്നേഹത്തിന്റെ ഭാഷ പല ലേഖനങ്ങളിലും അതിന്റെ അറ്റാച്ച്മെന്റ് വളരെ വ്യക്തമാണ്. അപ്പം സ്പിരിച്വൽ അപ്പോസ്തലൻ പൗലോസിന്റെ സഭയോടുള്ള സ്പിരിച്വൽ കണക്ഷൻ നമുക്കിവിടെ ദർശിക്കാൻ പറ്റും. അപ്പോസ്തലൻ അവരെ കാണാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലാൻ ആഗ്രഹിച്ചതും ഒന്നും ഒരു ഭൗതിക ലക്ഷ്യത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയല്ല. തികച്ചും ആത്മീക ബന്ധം അത് നിലനിർത്തുവാനും അതൊരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പിനേക്കാൾ അപ്പുറം തന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവരെ സ്പിരിച്വലി എന്താ പറയുക, വിശ്വാസത്തിൽ ഇവരെ ഉറപ്പുള്ളവരായി നിലനിർത്തുക എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തന്റെ ഗ്രേറ്റ് ആയിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഉത്തരവാദിത്വമായി താൻ കണ്ടിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ അവരെ കാണുവാൻ വളരെയധികം വാഞ്ചയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഫിസിക്കലി അവരോട് സെപ്പറേറ്റഡ് ആയി തീർന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം അവരോട് ഏറ്റവും പറ്റിയിരുന്നു. ഒരു ഡീപ്പ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി
അവരുടെ സ്പിരിച്വൽ വെൽഫെയറിനെ കുറിച്ച് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. ശരിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ധന്യമായ ഒരു കാര്യമാണ് അത്. മറ്റൊരിടത്തും നമുക്ക് ദർശിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എല്ലാ റിലേഷൻഷിപ്പിനകത്തും ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ ഭൂമിയിൽ കൊടുക്കൽ വാങ്ങൽ, തിരക്കൽ, വിളിക്കൽ, അന്വേഷിക്കൽ, എല്ലാത്തിനും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം പോകുന്നത്. എന്നാൽ ആത്മീകമായ ബന്ധമാണ് ശരിക്കും നിസ്വാർത്ഥവും നിർവ്യാജവുമായ സ്നേഹത്താൽ പണിതെടുക്കുന്ന ആ റിലേഷൻഷിപ്പാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് അപ്പോസ്തലൻ ഓരോ സഭകളുമായി അത് താൻ സമയാസമയങ്ങളിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്റെ ഓരോ വാക്കുകളിലും നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഒരു കേവലം ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു ഫെലോഷിപ്പിനേക്കാൾ അപ്പുറമായ ഒരു ഡീപ്പ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അപ്പോസ്തലന്റെ വാക്കുകളിൽ. അത് കൊരിന്ത്യരോടുണ്ട്. ഗലാത്യരോട് പറയുന്നില്ലേ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ഇത്ര വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാർ. നിങ്ങൾ എന്നെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എനിക്കറിയാം. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണൂടെ ചൂഞ്ഞെടുത്ത് കളയാൻ നിങ്ങൾ ദൈവദൂതരെ പോലെ എന്നെ റിലേഷൻഷിപ്പ് ഭയങ്കരം. അതുപോലെ തന്നെ കൊരിന്ത്യരോട് പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആത്മീയ ഗുരുക്കന്മാർ അനേകരുണ്ടെങ്കിലും നിങ്ങൾക്ക് ആത്മീയ പിതാവ് ഞാൻ തന്നെയാണ്. അപ്പൊ അപ്പോസ്തലൻ ഇത് ഓരോ സഭകളോടുമുള്ള തന്റെ ആ ഡീപ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതെന്തിനു വേണ്ടിയാ? തന്റെ വെൽഫെയറിന് വേണ്ടിയല്ല, തന്റെ സഹപ്രവർത്തകരുടെ വെൽഫെയറിന് വേണ്ടിയല്ല. ഇവരോടുള്ള ബന്ധം നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. നമ്മൾ അവരെ അന്വേഷിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ സമയാസമയങ്ങളിൽ ബോധ്യപ്പെടുത്തിയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഒക്കെ ഇങ്ങനെ ആ റിലേഷൻഷിപ്പ് നിർത്തിയാലേ നമുക്ക് വരുമാനം മുടങ്ങാതിരിക്കത്തുള്ളൂ എന്നുള്ള ഇന്നത്തെ ലീഡേഴ്സിന്റെ മനോഭാവമല്ല. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പലതും പ്രതീക്ഷിക്കുവോ? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ വാൺ ചെയ്യുകയും തിമോത്തിയോസിനെ കർശനമായി അത് ഉപദേശിക്കുകയും ചെയ്ത് നീ നിത്യജീവനെ പിടിച്ചുകൊള്ളണം, നീ ആ നിർവ്യാജ സ്നേഹത്തോടെ നിലകൊള്ളണം എന്ന് പറയുമ്പോൾ തിമോത്തിയോസിന് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം തിമോത്തിയോസ് കണ്ടതാണ് തന്റെ എന്താണ് ഗുരുവായിരിക്കുന്ന ആത്മീക പിതാവായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ സഭകളോടുള്ള നിർവ്യാജവും നിസ്വാർത്ഥമായ സ്നേഹവും ആ കരുതലും ആഴമേറിയ സഭകളോടുള്ള ഉത്തരവാദിത്വവും കണ്ടാണ് ഈ സഹപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് അവർക്കറിയാം അതിനകത്ത് ഒരു വരുമാനമായ ഉദ്ദേശങ്ങൾ, ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പ്രതീക്ഷിക്കുന്നത് താൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ചിന്തിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി നിൽക്കാനും അപ്പനെ പോലെ അമ്മയെ പോലെ പെരുമാറുവാനുള്ള കാര്യം എന്നറിയാവോ? ദൈവരാജ്യത്തിലേക്കും അവന്റെ മഹത്വത്തിലേക്കും വിളിക്കപ്പെട്ട നിങ്ങളെ ആശ്വസിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും ദൈവത്തിന് യോഗ്യമായൊരു ജീവിതം നിങ്ങൾ നയിക്കേണ്ടതാ ഞാനിങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുപോലെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരോട് പറയുകയാണ്, എന്നാൽ സഹോദരങ്ങളെ, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നിങ്ങളിൽ നിന്നും അല്പകാലം, ഹൃദയം കൊണ്ടല്ല ശരീരം കൊണ്ട് വേർപിരിഞ്ഞതിനാൽ ഞങ്ങൾ നിങ്ങളെ മുഖാമുഖം കാണാൻ തീവ്രമായ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേ. അതിനകത്തെല്ലാം ഒരു ഡീപ് സെൻസ് ഓഫ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ എടുത്തെടുത്ത് കാണുന്നുണ്ട് ആ വാക്കുകളിലെല്ലാം. സഹോദരങ്ങളെ, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നിങ്ങളിൽ നിന്ന് അല്പകാലം ഹൃദയം കൊണ്ടല്ല ശരീരം കൊണ്ട് വേർപിരിഞ്ഞതിനാൽ ഞങ്ങൾ നിങ്ങളെ മുഖാമുഖം കാണാൻ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസിന്റെ സ്പിരിച്വൽ കണക്ഷൻ ആണ്. ഈ സ്പിരിച്വൽ കണക്ഷൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ തുടർന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ സന്തോഷത്തോടെ നിലനിൽക്കുന്നത് തന്നെ പീഡനങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ എന്റെ ജീവിതത്തിലെ ഈ ആനന്ദത്തിന്റെ കാരണം പോലും നിങ്ങൾ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ്.
റസൂലിനെ പറഞ്ഞ എനിക്ക് അതാ, ഒന്ന് നിങ്ങളുടെ സ്ഥിരത, രണ്ട് നിങ്ങളുടെ സ്ഥിരത കണ്ട് ഞാൻ സ്ഥിരതയോടെ നിൽക്ക്, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ഗീവ് ആൻഡ് ടേക്ക്. ഇതിലാണ് അവർ ആനന്ദിക്കുന്നത്. ഒരാൾ വിശ്വാസം നിലനിൽക്കുന്ന കാണുമ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചവർ അവരുടെ കഷ്ടങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കാരണമാകുന്നു. ഓ, വിശ്വാസത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ വേണ്ടി എത്രത്തോളം താഴ്ന്നു കൊടുക്കാനും തയ്യാറാകുന്നു. അതിനുവേണ്ടി അധ്വാനിക്കണമെങ്കിൽ അധ്വാനിക്കും, അതിനുവേണ്ടി ഒരു അമ്മയെ പോലെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കും, ഒരു അപ്പനെ പോലെ റെസ്പോൺസിബിലിറ്റി എടുക്കണമെങ്കിൽ എടുക്കും, ഒരു ശിശുവിനെ പോലെ അതെ ജീവിതത്തിൽ ഒരു മഹത്വവും മാനവും വേണ്ട എന്ന് പറഞ്ഞ് നിലകൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാ. കാരണം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുവാൻ, നിങ്ങൾ ഫലപുഷ്ടിയുള്ളവരാകുവാൻ, നിങ്ങളുടെ ജീവിതം ഫലവത്താകുവാൻ, ദൈവം നിങ്ങളെ വിളിച്ച രാജ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് വരെ ആ രാജ്യത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണമുള്ള ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഞങ്ങൾ എത്ര ഭോഷന്മാരാകാനും തയ്യാറാണ്. പക്ഷെ ഒരു ഔട്ട്കം ഇല്ലെങ്കിൽ, ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ, അതായത് അവനവന്റെ വെൽഫെയറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സുഖമായിരിക്കുന്നോ, നിങ്ങളുടെ വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് മറ്റു പലത് പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടുമ്പോൾ ഒരു തൃപ്തരാവും, അവർക്ക് അത് മതി. പക്ഷേ മറ്റൊരു ഭൗതിക നന്മയും പ്രതീക്ഷിക്കാതെ ആത്മീക ശുശ്രൂഷ, ആത്മീകമായ സ്പിരിച്വൽ വെൽഫെയറിന് വേണ്ടി മാത്രം ദൈവ നിയോഗമായി ചെയ്യുന്നവർക്ക് ആ ആത്മീകമായ ആ ഫലം പുറപ്പെടുന്നില്ലെങ്കിൽ അവർ നിരാശരായി പോകും. വേറെ ഒന്നും കൂടെ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേറെ ഒന്നും കൊണ്ട് കഴിയത്തില്ല. ആത്മീകമായി നമുക്ക് വേണ്ടി അതെ നിലനിൽക്കുന്നവർ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ വെൽഫെയറിനായി ജീവിതം സമർപ്പിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, സഭ പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് റിട്ടേൺ ആയി കിട്ടണ്ട എന്ന് ചോദിച്ചാൽ ആ സ്പിരിച്വൽ വെൽഫെയറിന്റെ വാർത്തയാണ്. കർത്താവിന് അതാ കിട്ടണ്ടേ, സഭയ്ക്കും. അതല്ലാതെ വേറെ എവിടൊക്കെ ഉയരങ്ങൾ എത്തിച്ചേർന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന യഥാർത്ഥമായ സ്പിരിച്വൽ വെൽഫെയറിന് വേണ്ടി ഡീപ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ഹൃദയം തണുക്കണമെങ്കിൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏത് സഭയ്ക്ക് വേണ്ടി, ഏത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ആത്മീക ക്ഷേമവും അവരുടെ ആത്മീക വളർച്ചയ്ക്കും മാത്രമേ ഇവരെ തൃപ്തിപ്പെടുത്തത്തുള്ളൂ, അവരെ ആനന്ദിപ്പിക്കത്തുള്ളൂ. കാരണം വേറെ ഉദ്ദേശങ്ങൾ അവർക്ക്. ഇത് അപ്പോസ്തലൻ വളരെ വ്യക്തമായി അവരോട് പറയുകയും തന്റെ വാക്കുകളിലൂടെ, തന്റെ കത്തിലൂടെ, ആ കത്ത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിക്കുന്ന ഒരു അനുഭവമാണ്, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോസ്തലന്റെ ഭാഷ അത് എത്രമാത്രം തന്റെ ജീവിതത്തിന്റെ നേരാണ് അവിടെ വെളിപ്പെടുത്തുന്നുള്ളത്. അപ്പൊ ആ സ്പിരിച്വൽ കണക്ഷൻ, ഈവൻ when physically separated, Paul was with the Thessalonians. ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും എനിക്ക് നിങ്ങളെ മുഖാമുഖമായി കാണുവാൻ കഴിയുന്നില്ലെങ്കിലും എനിക്കറിയാം ശരീരം കൊണ്ട് വേർപിരിഞ്ഞ്, പക്ഷെ നിങ്ങൾ ചിന്തിക്കരുത്, എന്റെ ഹൃദയം കൊണ്ട് നിങ്ങളോട് ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ തിരിച്ചാ, ശരീരം കൊണ്ട് പലരും അടുത്ത, പക്ഷെ ഹൃദയം കൊണ്ട് ഒരെടുപ്പോ. ശരീരം കൊണ്ട് തൊട്ടടുത്തായിരിക്കുന്നേ, ശരീരം കൊണ്ട് എന്നും കാണുന്നുണ്ടായിരിക്കാം, എല്ലാ കൂട്ടായ്മയിലും കാണുന്നുണ്ടായിരിക്കാം, അതെ, പക്ഷെ ഹൃദയം ഒരിക്കലും ചേർന്നിരിക്കുന്നില്ല. അപ്പോസ്തലൻ പറയാ, എനിക്ക് ശരീരം കൊണ്ട് അവിടെ എത്താൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ എന്റെ ഹൃദയം ഞാൻ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളോട് സെപ്പറേറ്റഡ് ആയിട്ടേ. അതാണ് ഒരു യഥാർത്ഥമായ ഒരു ശുശ്രൂഷകന്റെ, ഒരു ദൈവ പൈതലിന്റെ മനസ്സെന്ന് പറയുന്നത്. തന്റെ ശുശ്രൂഷകരുടെ, സഹപ്രവർത്തകരുടെ, സഹവിശ്വാസികളുടെ, സഭയുടെ വിശ്വാസം വന്നവരുടെ അവരുടെ ആത്മീകമായ സ്പിരിച്വലായ ക്ഷേമത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും രാപ്പകൽ കരയുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവരുടെ ഹൃദയം അങ്ങനെയായിരുന്നു. അത് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കിയാണ്, ഞാൻ ശരീരം കൊണ്ടാണ് നിങ്ങളോട് അകന്നിരിക്കുന്നതെങ്കിലും ഹൃദയം കൊണ്ടല്ല. ഞാൻ നിങ്ങളെ മുഖാമുഖം കാണാൻ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ ഒന്നിനൊരു പ്രാവശ്യം വിചാരിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്ലേഷൻ എപ്പോഴും അതിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ അടുത്തത് നമുക്കറിയാവുന്നു, നമ്മൾ ചിന്തിച്ചതുമായ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പ്രത്യേകിച്ചും പൗലോസ് എന്ന ഞാൻ, വീണ്ടും
വീണ്ടും ആഗ്രഹിച്ചു. അതാണ് 1-2 പ്രാവശ്യം വിചാരിച്ചു അല്ലെ. ഓക്കെ, മറ്റിടത്ത് ബഹുകാംക്ഷയോടെന്ന് പറയുന്നുണ്ട് അല്ലെ, ബഹുകാംക്ഷയോടെ. അതാണ് തീവ്രമായി. നിങ്ങളെ കാണാൻ ഞങ്ങൾ, പ്രത്യേകിച്ച് പൗലോസ് എന്ന ഞാൻ, വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു. പക്ഷെ സാത്താൻ ഞങ്ങളുടെ വഴി തടഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതായത് നമുക്ക് അറിയാവുന്നതായതുകൊണ്ടും കർത്താവ് അത് അനുവദിച്ചു. എന്തുകൊണ്ടാണ് അനുവദിച്ചേ? അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവിക മർമ്മങ്ങൾ കത്ത് രൂപേണ, ലേഖന രൂപേണ തിമോഥെയോസിന്റെ കൊടുത്തു വിടത്തക്കവണ്ണം അതവർ വായിക്കുകയും അതവർ സൂക്ഷിക്കുകയും അത് മറ്റ് സഭകൾക്ക് കൈമാറുകയും അത് തിരുവെഴുത്തുകളായി പിൽക്കാലം നമുക്ക് ലഭിക്കുകയും ചെയ്യണമെന്നുള്ള ദൈവത്തിന്റെ മുൻനിർണയവും ദൈവത്തിന്റെ മുന്നറിവും എല്ലാം എന്തിനകത്ത് വ്യാപരിച്ചു? ഈ തടസ്സത്തിനകത്ത് വ്യാപരിച്ചു. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി അനുവദിച്ചാലും നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു. വളരെയധികം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങളടുത്ത് വരാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ സാത്താൻ ഞങ്ങളുടെ വഴി തടഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ആ യാത്രക്കുള്ള ക്രമീകരണം സക്സസ് നടന്നില്ല. യാത്രയ്ക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ യാത്രയുടെ ക്രമീകരണം താൻ ആഗ്രഹിച്ചതുപോലെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന്റെ മഹത്തായ പദ്ധതി അത് പലപ്പോഴും നമുക്ക് മറഞ്ഞിരിക്കും പല സമയത്തും. അതെന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളെ നടത്തുന്ന വഴികളിൽ നാം വിശ്വസ്തരായി തുടരുവാനും വിശ്വാസത്തിൽ ദൈവത്തെ വിശ്വാസത്തോടുകൂടെ പ്രസാദിപ്പിക്കുവാനും ദൈവം നമ്മുടെ യാത്രയിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന കരുതലുകളും ദൈവം ചെയ്യുവാൻ പോകുന്ന, നൽകാൻ പോകുന്ന ഡബിൾ ഫോൾഡ് ആയിട്ടുള്ള ഇരട്ടി മടങ്ങുള്ള അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെയൊക്കെ ദൈവം നമുക്ക് മറവാക്കി വെച്ചിട്ട് ദൈവമുഖത്തേക്ക് നോക്കി നിഷ്കളങ്കതയോടും നേരോടും പ്രാർത്ഥിച്ച് അവന്റെ ഇഷ്ടത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ചുവടുകൾ വെക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി ഉപദേശം തരും. എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആരാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ള ആ ബോധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. കാരണം എന്താണ് ഇതിന്റെ പിന്നിലെന്ന കാരണത്തെ ദൈവം കൊണ്ടുവരാതെ ആരാണ് നിങ്ങളെ നയിക്കുന്നതെന്നുള്ള ആ ദൈവത്തിന്റെ സർവശക്തിയെ കുറിച്ചുള്ള അവബോധം, തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ തരും. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇത് യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ദൈവം യോബിന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ അന്തം എന്താകും? എങ്ങനെയായിരിക്കും സഹിഷ്ണുത കാണിക്കുന്നവരെ ദൈവം എപ്രകാരമാണ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നൊന്നും അവിടെ വെളിപ്പെടുത്താതെ ദൈവം ആഗ്രഹിച്ച ഇതാണ്. സാഹചര്യങ്ങൾ ദുർഘടമാകുമ്പോൾ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, തീവ്രമായുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാതിരിക്കുമ്പോൾ, അതിന്റെ വ്യക്തമായ കാരണം പോലും മനസ്സിലാക്കാതിരിക്കുമ്പോഴും അടുത്ത ചുവട് അനുസരണയോടെ വെക്കുക എന്നുള്ളത് ദൈവമക്കളുടെ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശമാണ്. വ്യക്തമായ ഉത്തരങ്ങളല്ല നമ്മളെ വിശ്വാസം നടക്കാൻ പ്രാപ്തരാക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ ആ പൂർണ്ണതയേറിയ ആലോചനയോട് കൂടിയ ദൈവിക നടത്തിപ്പിനെ കുറിച്ചുള്ള ബോധമാണ് നമ്മളെ അനുസരണമുള്ള ചുവടുവെപ്പുക്ക് പ്രാപ്തരാക്കുന്നത്. അല്ലാതെ ദൈവം ഈ കാര്യത്തിൽ എന്ത് ചെയ്യും എന്നനുസരിക്കാം, ഈ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നെ ഉദ്ദേശമുണ്ട്, അതെന്താന്ന് അന്വേഷിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ദൈവം തന്നെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ ഇല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, അന്നന്ന് ദൈവം നമുക്ക് നൽകിത്തരുന്ന ദൈവിക ആലോചനയുടെ അടിസ്ഥാനത്തിൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരികയും നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരികയും ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു അനുസരണമുള്ള തലമുറയായി നമ്മളെ വാർത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നമ്മുടെ തീവ്രമായി, ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു.
നമുക്ക് പലപ്പോഴും തോന്നും ഇത്രയും തീവ്രമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴും അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് കടത്തി വിടാതെ വീണ്ടും ദൈവം നമ്മളോട് കാത്തിരിക്കാൻ പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ആ അസ്വസ്ഥതയുടെ നടുവിൽ ദൈവം നോക്കുന്നതെന്നറിയാമോ? അസ്വസ്ഥതയല്ല ദൈവം നോക്കുന്നത്. അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറുമ്പോൾ ദൈവിക സമാധാനം ഏറ്റുവാങ്ങിക്കൊണ്ട് അനുസരണ കാണിക്കുമോ, അനുസരണം ഉണ്ടാകുമോ എന്ന് ദൈവം നോക്കുന്നത്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴിരിക്കാനുള്ള ആ താഴ്മ നമുക്കുണ്ടാകുമോ? ദൈവം ദോഷമായി ഒന്നും ചെയ്യത്തില്ല. ഈ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നെ അവിടെ തെസ്സലോനിക്കയിലേക്ക് വിട്ടാലും അത് ദൈവനാമ മഹത്വം, എന്നെ വിടാതിരുന്നാലും എനിക്കറിയില്ല അതുകൊണ്ട് എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിലും ദൈവത്തിന് തന്റെ കാര്യങ്ങൾ എന്നെ അയച്ചും എന്നെ അയക്കാതെയും ചെയ്യിക്കാൻ പറ്റും. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങളെ പോലും ദൈവം ചിലപ്പോൾ എന്ത് വെക്കും? പെയിന്റിങ്ങിൽ വെക്കും, ദൈവം അവധിക്ക് വെക്കും. അതിന് വഴികൾ തടസ്സപ്പെടാം, അതിന് യാത്രകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു ദൈവവേദന അറിഞ്ഞിരിക്കണം, യാത്രകളിലെ തടസ്സങ്ങൾ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണം വരാതെ ഇടയ്ക്ക് വെച്ചത് മുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ, കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നമ്മളുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ചിന്താഗതി ആയിരിക്കരുത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്കുണ്ടാകേണ്ടത്. കാരണം ഇപ്പോൾ നമുക്ക് പരമാധികാരമുള്ള സർവശക്തനായ സർവത്തിനും മേൽ അധികാരമുള്ള ഒരു ദൈവം നമുക്ക് തുണയായിട്ടുണ്ടെന്നും അവന് സകലതും കഴിയുമെന്നും ഏത് വഴിയിലൂടെ തന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമുക്കൊരിക്കലും ദൈവത്തിന്റെ പരമാധികാര സുപ്രീമസിയിലും സഫിഷ്യൻസിയിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ തീവ്രമായ ഇത് അപ്പോസ്തലന് നല്ല പരിചയമാണ് കേട്ടോ. ഈ ദൈവത്തിന്റെ ഈ അപ്പോസ്തലൻ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചതാ, കർത്താവേ കർത്താവേ എന്റെ ഈ ബലഹീനത നീക്കണേ ഒത്തിരി പ്രാർത്ഥിച്ചതാ. പക്ഷെ തീവ്രമായി ആഗ്രഹിച്ചപ്പോ കർത്താവ് പറഞ്ഞു, എനിക്കറിയാം എങ്ങനെ നിന്നെ നടത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ നീ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുക. പിശാചിന്റെ ദൂതൻ തന്നെ എന്നെ കുത്തുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ നീ ഇത് അനുവദിച്ചിരിക്കുക. ഒരു ദൂതനെ തന്നെ, അല്ലെങ്കിൽ എന്റെ ജീവിതം. പക്ഷെ അപ്പോസ്തലന് ആഗ്രഹം ഉണ്ടായിരുന്നു, തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾക്ക് കിട്ടിയ മറുപടി താൻ പ്രതീക്ഷ പോലല്ല. പക്ഷേ ആ മറുപടി അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ഒരു തലമുറയ്ക്ക് ബലമാക്കി മാറ്റി. നാം എല്ലാം ശക്തമായി വിളിച്ചു പറയുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ അനുഗ്രഹ മഴ പോലെ പെയ്തിറങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിന്റെ ഭാഗമാക്കി ആ മറുപടിയെ മാറ്റി. എന്റെ കൃപ നിനക്ക് മതിയെന്നേ, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്നേ എന്ന് പറയുന്ന അപ്പോസ്തലന് പേഴ്സണലായി കൊടുത്ത ദൈവത്തിന്റെ മറുപടി, അത് സഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് മുഴുവനും ഏറ്റെടുക്കാനുള്ള, വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ ഏറ്റെടുക്കാനുള്ള മറുപടിയാക്കി മാറ്റി. ഇതുപോലെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. സാത്താൻ വഴിയെ തടുത്തത് ആർക്കൊക്കെ അനുഗ്രഹമായെന്നറിയാമോ? തെസ്സലോനിക്ക സഭയിലേക്ക് വേണ്ടതെല്ലാം എൻറിച്ചഡായ കർത്താവിന്റെ വരവിനെ കുറിച്ച്, വിശുദ്ധ ജീവിതത്തെ കുറിച്ച്, അവരോടുള്ള സ്നേഹം, അവർക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി, ദൈവിക മർമ്മങ്ങളെ എഴുതി, ദേഹം ദേഹി ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നത് എഴുതി, കർത്താവിന്റെ വരവിനെ കുറിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് എഴുതി, എപ്രകാരം ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ എങ്ങനെയായിരിക്കണം, എങ്ങനെ പരസ്പരം ആശ്വസിപ്പിക്കണം, എല്ലാം വളരെ അനുഗ്രഹമായ ദൈവിക മർമ്മങ്ങൾ എഴുതി അയക്കുമ്പോൾ ആ തലമുറയിൽ ആർ വിചാരിച്ചു ഈ തലമുറയിലുള്ള നമുക്കൂടെ അത് അനുഗ്രഹമാകുമെന്ന്? ആരും വിചാരിച്ചില്ല. പക്ഷെ മുന്നറിവുള്ളത് കർത്താവിന് അറിയാമായിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നു. പൗലോസിന്റെ തീവ്രമായ ഒരു ആഗ്രഹത്തെ തൽക്കാലത്തേക്ക് നടത്താതിരുന്നാൽ അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അതിനകത്തുള്ള ലാഭം, അതിനകത്തുള്ള അനുഗ്രഹം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം തലമുറയായി കൈമാറാനുള്ള അനേകരുടെ മനസ്സിൽ കടന്നു വരുന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ദൈവികമായ രഹസ്യങ്ങൾ അത് വെളിപ്പെടുത്തുവാൻ എന്തിനു കാരണമായി? അല്പനേരത്തേക്ക് അപ്പോസ്തലന്റെ ആഗ്രഹത്തെ തടുത്തപ്പോൾ കാരണമായി. വേറെ ആഗ്രഹിക്കുന്നതെല്ലാം സിദ്ധിക്കുന്നവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രാർത്ഥിക്കുന്നതെല്ലാം അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്നവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ. പിന്നെയോ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം,
ആത്മീകമായ ക്ഷേമത്തിനു വേണ്ടി, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷിക്കപ്പെട്ടവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, എല്ലാ വ്യക്തിപരമായ സൗഖ്യത്തിനു വേണ്ടി അപ്പോസ്തലൻ ഇതൊക്കെ ചെയ്തിരുന്നു. പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിൽ ബലം കിട്ടേണ്ടതിന്, ബലഹീനത ബലമായി മാറേണ്ടതിന്, രോഗം സൗഖ്യമായി മാറേണ്ടതിന്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം, തീവ്രമായി ആഗ്രഹിക്കാം. പക്ഷേ അതിന്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ ദൈവമാണ്. അതിന് ആരാ ബ്ലസ്സഡ് എന്നറിയാമോ? അങ്ങനെ ദൈവം എടുക്കുന്ന തീരുമാനം ആമേൻ, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അവരാണ് ഈ തലമുറയ്ക്ക് മാതൃകയാകുന്നത്. അവരാണ് ഈ തലമുറയിലെ ഹീറോസ്. അവരാണ് ഈ തലമുറയിലെ വിശ്വാസവീരന്മാർ. അവരാണ് അതേ മോഡലായിത്തീരുന്നത്. അവരാണ് റോൾ മോഡലായിത്തീരുന്നത്. അവരെ മാത്രമേ മുമ്പിൽ നിർത്താൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരുടെയൊക്കെ സാക്ഷ്യം ഒരു ഞായറാഴ്ചത്തെ സഭായോഗം കൊണ്ട് തീരും. പക്ഷേ ദൈവത്തിന്റെ ഹിതത്തിന് ആമേൻ പറയുന്നവന്റെ, ദൈവ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ദൈവം തീരുമാനിക്കുന്നതോടെ നടക്കട്ടെ എന്ന് പറയുന്നവന്റെ സാക്ഷ്യം ഒരു സഭായോഗം കൊണ്ട് ഒതുങ്ങത്തില്ല, ഒരായുസ് കൊണ്ട് ഒതുങ്ങത്തില്ല. തലമുറ തലമുറയായി അതൊരു അനുഗ്രഹമായി കൈമാറിക്കൊണ്ടിരിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ആ റിയാലിറ്റി തിരിച്ചറിഞ്ഞെങ്കിലും അപ്പോസ്തലന്റെ പ്രാർത്ഥനയെ വഴിയെ തടുത്തുന്ന അപ്പോസ്തലൻ പറയുന്നുണ്ട്, അല്ലെ? സാത്താൻ ഞങ്ങളുടെ വഴി തടഞ്ഞു, പക്ഷെ വിശ്വാസത്തെ തടഞ്ഞില്ല, പ്രത്യാശയെ തടഞ്ഞില്ല, പ്രാർത്ഥനയെ തടഞ്ഞില്ല, ക്രിസ്തുവിലുള്ള സന്തോഷത്തെ തടഞ്ഞില്ല. ഒരു തടസ്സമുണ്ടായി. അപ്പൊ മനസ്സിലായി, എനിക്ക് ഈ യാത്ര ഞാൻ ആഗ്രഹിച്ച് തീവ്രമായ എന്റെ ഡീപ് ഡിസയർ ഉണ്ടായിട്ടും ഇത് നടക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രാർത്ഥനയിൽ തുടരാൻ കഴിയും. ഇത് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു, ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല. അപ്പോസ്തലൻ വളരെ ആത്മാർത്ഥതയോടെ തന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, തന്റെ ബലഹീനത മാറേണ്ടതിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. അതിന് തനിക്ക് ഞാൻ 3 വട്ടം അപേക്ഷിച്ചു, ഞാൻ തീവ്രമായ പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് തന്ന മറുപടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾക്കോ അവരോടുള്ള സ്നേഹത്തിനോ തനിക്ക് ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കോ ഒന്നിനും ഒരു ഭംഗം അത് ഉണ്ടായില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതിന്റെ അനുഗ്രഹം എന്താണെന്നും. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ തിരുമുമ്പിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാന കിരീടവും നിങ്ങളല്ലെങ്കിൽ പിന്നെ എന്താണ്? അതെ, നിശ്ചയമായും നിങ്ങളാണ് ഞങ്ങളുടെ അഭിമാനവും ആനന്ദവും. കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വളരെയധികം സീരിയസ് ആയി, സ്ട്രോങ് ആയി, സ്റ്റേബിളായി ഹൃദയത്തിൽ ആ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന ഒരു കൂട്ടരാണ് തെസ്സലോനിക്ക വിശ്വാസികൾ. ഇന്നിപ്പോ ഇത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ലേക്കുമെന്ന്. ഇന്നിപ്പോ ഒരു വിഷയത്തിന് നടുവിൽ സാത്താൻ ഞങ്ങളുടെ വഴി തടഞ്ഞു, ഞങ്ങളുടെ വരാൻ കഴിഞ്ഞില്ല, പക്ഷെ സാരമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളൊക്കെ ഷൈൻ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞാൽ ജനത്തിനൊരു ആശ്വാസം പോലും. അത്രയ്ക്കും സഭ ശോഷിച്ചു കഴിഞ്ഞിരിക്കുക. അത്രയ്ക്കും പിശാച് ഭൗതികത കൊണ്ട് വ്യക്തിപരമായ ജീവിത ശൈലിയും, മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിടിക്കുന്നിടത്ത് ദൈവത്തെ പിടിച്ചു നിർത്താനുള്ള എന്റെ ഉപവാസവും എന്റെ പ്രാർത്ഥനയും എന്റെ നിലവിളിയും എന്റെ കണ്ണുനീരും എല്ലാം എനിക്ക് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി വിധേയപ്പെടാനുള്ളതല്ല, എന്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തെ വിധേയപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു മാർഗമായി ഇന്ന് സഭയും ശുശ്രൂഷകരും വിശ്വാസികളും എല്ലാം ഒരുപോലെ തീർന്നിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈ അപ്പോസ്തലൻ പറഞ്ഞ ഈ സന്തോഷവാക്കുണ്ടല്ലോ, തെസ്സലോനിക്കർക്ക് സന്തോഷമായ പോലെ ഈ ചുറ്റുപാട് ചിന്തിച്ചു നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന സഭകൾക്ക് മാത്രമേ ഈ ദൂതേറ്റെടുക്കാൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ
സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ആ പുനരാഗമനത്തിൽ നമ്മുടെ കൂടിക്കാഴ്ച ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൂടിക്കാണാൻ നിങ്ങളെ. ഭയങ്കര ആഗ്രഹമാണ്. എന്റെ തീവ്രമായ ആഗ്രഹം, വീണ്ടും വീണ്ടുമുള്ള ആഗ്രഹം, വീണ്ടും വീണ്ടുമുള്ള പ്രാർത്ഥന, ഇതെല്ലാം നിൽക്കുമ്പോൾ ദൈവം അത് അനുവദിക്കുന്നില്ല. സാത്താൻ വഴി തടഞ്ഞുവെന്ന് എനിക്ക് തോന്നി. എന്നിട്ടും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആർക്കും തടുക്കാൻ കഴിയാത്തതും ആർക്കും മൂടി വെക്കാൻ കഴിയാത്തതും ആരാലും ഒന്നും നമ്മൾ പാടത്തില്ലേ? അതെ, ആ കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്ന് പാടുന്ന പാട്ടെന്ന് പറഞ്ഞില്ലേ? അതെ, നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന ആനന്ദവും ആ കിരീടവും ആ സന്തോഷവും അതെ ശത്രുവിന് അത് എടുപ്പാൻ പാടില്ല. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വഴിയിൽ ഒരു ദുർഘടവും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു വലിയ അതെ മീറ്റിങ്ങിന് വേണ്ടി, ഒരു മുഖാമുഖമുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എനിക്ക് ഇവിടെ മാത്രമല്ല നിങ്ങളോട് ഈ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ആ പ്രത്യക്ഷതയിൽ നിങ്ങളും ഞങ്ങളും നമ്മൾ എങ്ങനായിരിക്കും വെളിപ്പെടുന്നതെന്ന്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ബോധ്യം മാത്രമല്ല അവർക്കുള്ളത്, ആ പ്രത്യക്ഷതയിൽ അവരെങ്ങനായിരിക്കും ബോധ്യമുണ്ട്. കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അവർ പറയുമ്പോൾ അതിനകത്ത് അവരുടെ ആനന്ദം എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ പുനരാഗമനത്തിൽ തിരുമുമ്പിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാന കിരീടവും നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ലെ പിന്നെ എന്ന് വെച്ചാ നിങ്ങൾക്കറിയാമല്ലോ ഈ അഭിമാന കിരീടം ഒക്കെ ഉണ്ട്. കിരീടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പോസ്തലൻ പറയാ, ശരിക്കും ഞങ്ങൾക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ അതെ ദൈവത്തിൽ അന്യപ്പെട്ടു പോവാതെ കർത്താവായ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന സ്നേഹപ്രേരിതമായ പ്രയത്നത്തോടും ഉറച്ച വിശ്വാസത്തോടും അവന്റെ വരവിനായി പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള സഭ, ഇങ്ങനെയുള്ള ജനമാണ് ഞങ്ങളുടെ തലയിലെ കിരീടം. അതാണ് ഞങ്ങളുടെ ക്രൗണായി കാണുന്നത്. ഞങ്ങളുടെ ആനന്ദം അതാ, ഞങ്ങളുടെ പ്രത്യാശ അതാ, ഞങ്ങളുടെ അഭിമാനം അതാ. നിങ്ങളാണ് അതിന്റെ അർത്ഥം. നിങ്ങളെന്ന് പറയുന്ന ആരാ? വിശ്വാസം മാതൃകയായി ഗ്രീസ് മൊത്തം പരന്നവർ, അപ്പോസ്തലന്മാരെ അംഗീകരിച്ചവർ, വചനത്തെ മാനുഷിക വാക്കുകളായിട്ടല്ല യഥാർത്ഥമായി സാക്ഷാൽ ദൈവവചനമായി സ്വീകരിച്ചവർ. ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ കുറിച്ച് അപ്പോസ്തലൻ പറയുക, എന്നെ സംബന്ധിച്ച് ക്രിസ്തുയേശുവിന്റെ പുനരാഗമനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും ആശയും പ്രശംസ കിരീടവും മഹത്വവും അല്ലെങ്കിൽ അഭിമാനവും എല്ലാം നിങ്ങളാണ്. അത്രയ്ക്കും ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, അത് അപ്പോസ്തലൻ ഈ 3-ന്റെ അവസാന 3-8 പറയുന്നുണ്ട്. നിങ്ങൾ മൂന്നാമത്തെ 8-ാം വാക്യം, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. 7-ാം വാക്യം, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അപ്പൊ അപ്പോസ്തലൻ പറയുന്നതിന്റെ അർത്ഥം എന്നറിയോ? ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നിങ്ങളൊരാശ്വാസമാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരക ഘടകമാണ് നിങ്ങൾ. തീർന്നില്ല, ഇനിയും. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, നമ്മൾ വായിച്ച 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, കർത്താവിന്റെ പുനരാഗമനത്തിൽ ഞങ്ങളുടെ അഭിമാനവും
ഞങ്ങളുടെ ശിരസിലെ ഒരു കിരീടം ഒരാളുടെ ശിരസിലോട്ട് അവരെ ആദരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന കിരീടം വെച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന ആ ഒരു അഭിമാനവും പ്രശംസയോർത്തെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും, നിങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വിശ്വാസ ജീവിതം ഞങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടം പോലെ. ഇതൊക്കെ ഓർത്താൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ എത്ര ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകണം. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ നേരെ തിരിച്ച ഈ ഭൂമിയിൽ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവമക്കളുടെ വിശ്വാസരഹിതവും പ്രത്യാശരഹിതവും സ്നേഹരഹിതവുമായ ജീവിതം, പേരുകൊണ്ട് മാത്രം വിശ്വാസികളായിക്കൊണ്ട് പെരുമാറ്റം കൊണ്ട് അതിന്റെ ഒരു ഗുണഗണങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന നിമിത്തം നമ്മുടെ തലയ്ക്ക് കിരീടമല്ല, തല കുനിയുക. അഭിമാനത്തിന് പകരം അപമാനമാവുകയാണ്. സന്തോഷത്തിന് പകരം ദുഃഖമാണ്. അങ്ങനെ ഒരു തലമുറ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തരികയാ, നമുക്ക് ചിലരുടെ തലയിലെ കിരീടമായി ഇരിക്കാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് ചിലരെ കഷ്ടതയിൽ ജീവിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് ചിലരെ അവരുടെ ദുഃഖങ്ങളിൽ ഒരു ആശ്വാസമായി അകത്ത് തുടിക്കുവാൻ നമുക്ക് കാരണമായി തീരാൻ ആഗ്രഹമുണ്ടോ? ചിലരുടെ കുനിഞ്ഞിരിക്കുന്ന തലയെ നിവർത്തി നിർത്തിക്കൊണ്ട് അതെ അവർ അഭിമാനത്തോടെ അവരെ ജീവിക്കാൻ ശക്തരാക്കുന്ന ഒരു പ്രേരക ഘടകമായി, ഒരു കാരണമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ എന്നും കൊന്നും ദൈവസേനയിൽ വന്നിട്ട് എന്നോട് ക്ഷമിക്കണേ, അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണേ, എന്നെ കഴുകണേ, എന്നെ കഴുകണേ. അവന്റെ രക്തത്തെ മലിനപ്പെടുത്തുന്ന, മലിനമെന്ന് കരുതുന്ന, ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വീണ്ടും ശുദ്ധീകരിച്ചവന്റെ നാമത്തെ, തന്റെ രക്തത്തെ മറുവിലയായി കൊടുത്തവനെ വീണ്ടും നിന്ദിക്കുന്ന അനുഭവത്തിലേക്ക് ആത്മീക തലമുറ എന്ന് പേർ പറയുന്നവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു അഗാധ ഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഇന്നത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നിൽ വെക്കുന്ന ചലഞ്ച് ഇതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ചിലരുടെ ശിരസിലെ കിരീടമായി, അഭിമാനമായി, സന്തോഷമായി, ആനന്ദമായി, മഹത്വമായി അവന്റെ പുനരാഗമന ദിവസത്തിൽ തീരുവാൻ, അല്ല ഇവിടെയും അവിടെയും തീരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അതോ എന്നും കുന്നും ദൈവത്തിന്റെ ദീർഘക്ഷമയെ പരീക്ഷിച്ച് ജീവിക്കാനാണോ നമ്മുടെ ആഗ്രഹം? ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്ക് അറുതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ അറുതി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവസരമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനെ സേവിക്കുന്നത് വ്യർത്ഥമാണെന്ന് ചിന്തിക്കുന്ന ആ അർത്ഥശൂന്യമായ ക്രിസ്ത്യ ജീവിതമാണോ നാം നയിക്കുന്നത്? തീവ്രമായ ആഗ്രഹങ്ങൾക്ക് തടയിടപ്പെടുമ്പോൾ, അതിന് തടസ്സം വരുമ്പോൾ, ദൈവം അത് തടസ്സപ്പെടുത്താൻ ഒരുപക്ഷെ പ്രതിയോഗിയെ അനുവദിക്കുമ്പോൾ ക്രിസ്തുവിനോട് ഇടറുന്ന മനോഭാവമുള്ളവരാണ് നമ്മൾ. എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൽ തന്നെ ലഭിക്കണം, ഉടൻ തന്നെ ലഭിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരാണോ നമ്മൾ? ഏത് കാര്യവും ഞാൻ പറയുന്നത് അതുപോലെ ദൈവം ചെയ്യണം, അതിനുവേണ്ടി എത്ര പട്ടണികളെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ ഞാനും നിങ്ങളും? അതോ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവന്റെ ഇഷ്ടത്തിന് ആമേൻ പറയാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുന്നവരാണോ നമ്മൾ? അപ്പോസ്തലൻ പൗലോസ് പറയാ, ഈ വരവിൽ എനിക്ക് എന്റെ ആഗ്രഹം നടന്നില്ല കേട്ടോ, കർത്താവ് അത്ര എനിക്കത് സാധിപ്പിച്ച് തന്നില്ല, തടസ്സങ്ങൾ ഉണ്ടായി. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഇതൊന്നും എന്റെ പ്രത്യാശയെ ബാധിച്ചിട്ടില്ല, ആനന്ദത്തെ ബാധിച്ചില്ല, അഭിമാനത്തെയും. ഇനിയും നമ്മൾ തമ്മിൽ കണ്ടില്ലല്ലോ, അതായി പറയുന്നതിന്റെ അർത്ഥം അല്ലേ? ഓ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിൽ, എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, സാത്താൻ അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ഓ ഞാനിപ്പോൾ എന്തൊക്കെ ശുശ്രൂഷ ചെയ്തേനെ.
എന്റെ റൂമാലും കൊണ്ട് ഞാൻ അവിടെ വന്നേനെ, ഒരൊറ്റ രോഗികളെ പോലും ഞാൻ ഇവിടെ സമ്മതിക്കത്തില്ലായിരുന്നു, എല്ലാരെയും ഞാൻ സൗഖ്യമാക്കിയേനെ. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തിമോത്തിയോസ് വന്നിട്ട് എന്താ കാര്യം? അതെ, ശീലാസ് വന്നിട്ട് എന്താ കാര്യം? ലൂക്കോസ് വന്നിട്ട് എന്താ കാര്യം? പൗലോസായ ഞാൻ വന്നാലല്ലേ വല്ലതും നടക്കത്തുള്ളൂ. ഞാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ ഇതിനേക്കാൾ ശക്തി പ്രാപിച്ചേനെ, ഞാൻ ഇതിനേക്കാൾ വീര്യപ്രവർത്തനം ചെയ്തേനെ, ഞാൻ വരാത്ത ഒരു വലിയ നഷ്ടമായി പോയെന്ന് പറയുന്ന മണ്ടനല്ല പൗലോസ്ലീഹ. കാരണം അദ്ദേഹത്തിന് അറിയാം, ദൈവവചനം അവരിൽ ഓൾറെഡി എന്താണ്? പ്രവർത്തന നിരതമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ തീവ്രമായി ആഗ്രഹിക്കാൻ ഒട്ടും മടിയുമില്ല. അപ്പൊ പറയാ, ഞാൻ നിങ്ങളോട് പറയാം, കാര്യം ഇങ്ങനെയൊക്കെയാ. പക്ഷെ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പുനരാഗമനത്തിൽ അല്ലെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ പുനരാഗമനത്തിൽ കേട്ടോ, നമ്മളിനി ആ പുനരാഗമനത്തിലാ കാണുന്നെങ്കിൽ എന്റെ ഈ ഞാൻ വരാതിരിക്കുന്ന ഒരു നഷ്ടമേ ആകത്തില്ല പറയാൻ ചേർത്ത് അല്ലേ? പുനരാഗമനത്തിലാ നമ്മൾ കാണുന്നെങ്കിൽ നിങ്ങൾ ആരാ? എനിക്ക് തിരുമുമ്പിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാന കിരീടവും. നിങ്ങളല്ലേ പിന്നെ ആരാ? അതെ, നിശ്ചയമായും നിങ്ങളാണ് ഞങ്ങളുടെ അഭിമാനവും ആനന്ദവും. പ്രിയരെ, ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ചു പോണമെന്ന്. പോകാൻ ആഗ്രഹിച്ചതും എന്തിനു വേണ്ടിയാ? റൂമാലിട്ട് ആരെ സൗഖ്യമാക്കാനല്ല. തെസ്സലോനിക്ക സഭയിൽ ഇനി ഒരു രോഗികളും കാണണമെന്നുള്ള ആഗ്രഹത്തോടല്ല. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ പീഡനങ്ങളൊക്കെ കുറയൊന്നുമല്ല, കൂടത്തെ ഉള്ളെന്നും അറിയാം. പക്ഷെ അവരുടെ ആത്മീക ക്ഷേമത്തെ ഉറപ്പാക്കാൻ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അത് ഇതിനോട് കണക്റ്റഡായ വാക്യമാ. എവിടാന്നറിയാമോ? 3:5. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല, ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആളെ അയക്കാൻ പറ്റും. അപ്പൊ ഈ ആളെ അയക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു. അതാ ഇവിടെ വായിച്ചത്. അത് മാത്രമല്ല, അപ്പോസ്തലന്റെ സ്നേഹത്തിന്റെ ആഴം, ഡീപ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ഉണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇത് വായിക്കുമ്പോൾ അപ്പോസ്തലൻ 3:10-11 നമ്മൾ വായിക്കണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ അന്ന് ചിന്തിച്ചേ. ഈ സാത്താൻ തടുത്തെന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഏതാ? 3:10 വാക്യം. ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവരും നമ്മുടെ കർത്താവായ യേശു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറ്. അപ്പം എന്തൊക്കെ സംഭവിച്ചു? നിങ്ങളുടെ മുഖം കാണാനുള്ള ആഗ്രഹം മാറിപ്പോയില്ല, അതിനുള്ള പ്രാർത്ഥന കുറഞ്ഞു പോയില്ല, പിന്നെയോ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഒരു സംശയവും ഉണ്ടായില്ല. ജീവിതത്തിലൊരു വഴി തടസ്സപ്പെട്ടു. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, നമ്മള് ഇപ്പം റോഡ് പണികളൊക്കെ ഒത്തിരി നടക്കുമ്പോൾ, നേരത്തെ സമയങ്ങളിൽ ഒത്തിരി നടന്ന സമയങ്ങളിൽ നമ്മൾ വളരെ സുഗമമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ എന്ത് കാണും? ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ബോർഡ് കാണും, റോഡ് ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ടേക്ക് ഡീവിയേഷൻ. നമ്മൾ ആകെ അസ്വസ്ഥരാകും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബോർഡാണ്, റോഡ് ക്ലോസ്ഡ്. പക്ഷെ താഴത്തെ നമ്മൾ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. വഴി അടഞ്ഞെങ്കിൽ പിന്നെ എന്തോ വർക്ക് ഇൻ പ്രോഗ്രസ്. വഴി അടച്ചിട്ട് റോഡ് ക്ലോസ്ഡ്, പക്ഷെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. പണി ദ്രുതഗതിയിൽ പുരോഗതിയിൽ നടക്കുന്നു. ടേക്ക് ഡീവിയേഷൻ. മാന്യമായ മുന്നറിയിപ്പാ, പക്ഷെ നമുക്കിതൊന്നും, താഴത്തെ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ ദേഷ്യപ്പെടുത്ത ഒരു കാര്യം, വഴി എന്തിനടച്ചു? എന്തുകൊണ്ട്
ചീറിപ്പാഞ്ഞു പോകേണ്ട പത്തരയ്ക്ക് തന്നെ എത്തേണ്ട ഒരു സ്ഥലത്ത് എത്താതിരിക്കാൻ തക്കവണ്ണം എന്തിനീ വഴി അടച്ചു? റോഡ് ക്ലോസ് എന്നുള്ള ഒരു ബോർഡ് ഒരു മലയാളിക്ക് ഇഷ്ടമല്ലാത്ത പോലെ വഴി തടസ്സപ്പെടുന്നത് വിശ്വാസിക്ക് ഇഷ്ടമേ ഇല്ല. പക്ഷെ നമ്മുടെ ഇഷ്ടം അനിഷ്ടം നോക്കിയല്ല ദൈവം ചെയ്യുന്നേ. ദൈവത്തിന് പല കാര്യങ്ങൾ ഇതിനകത്ത് ഉദ്ദേശം ഉണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിക്കകത്ത്, ദൈവത്തിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലിനകത്തും തുറന്നു കിടക്കുന്ന വാതിലിനകത്തും ദൈവം ചെയ്യുന്ന പണി തന്റെ ഭക്തന്മാർക്ക് ആദ്യം മനസ്സിലാകത്തില്ല. കാരണം അനുസരണയോടെ നടക്കാൻ വേണ്ടി കരുതലുകളെ അവൻ മറച്ചു വെക്കും. അത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് മൊറിയാ ദേശത്തേക്ക് കയറുമ്പോൾ ദൈവം എന്തു ചെയ്തു? ഇസ്ഹാക്കിന് പകരമായി യാഗം അർപ്പിക്കുവാനുള്ള ആട്ടുകൊറ്റനെ തന്നെ കാട്ടിൽ കൊമ്പ് പിടിപെട്ട് ഇട്ടിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അബ്രഹാമിന് മറച്ചു വെച്ചു. എന്തിനാണെന്നറിയോ? അനുസരണം പുറത്തു വരണമെങ്കിൽ കരുതലുകൾ മറക്കപ്പെടണം. വീണ്ടും ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവ പൈതല് എന്റെയും നിന്റെയും സമ്പൂർണ്ണ ഒബീഡിയൻസ്, അനുസരണം ദൈവത്തോടുള്ളത് അതിന്റെ 100% ശോധന ചെയ്ത് പുറത്തു വരണമെങ്കിൽ നമുക്കുള്ള കരുതലുകൾ മനഃപൂർവ്വമായി ദൈവം മറച്ചു വെക്കും. അതിന്റെ ഒരു അംശം പോലും ദൈവം കാണിക്കത്തില്ല. അങ്ങനെ കണ്ടു നടക്കാനല്ല അബ്രഹാമിനെ വിളിച്ചത്, നമ്മളെയും വിളിച്ചത്. പിന്നെ എങ്ങനെ വേണം? ഓരോ ചുവടുവെപ്പിലും അനുസരണം നിറഞ്ഞു കവിയണം. അതിനെന്തു ചെയ്തു? ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാം. ആടുകൾ അങ്ങനെ കിടന്നാൽ അവർ ശബ്ദം വെച്ച്, അവർ ബഹളം വെച്ച്, അവരുടെ ആ വല്ലാത്ത ശബ്ദം കൊണ്ട് അന്തരീക്ഷം അസ്വസ്ഥമാകും. ആർക്കും കേൾക്കാൻ കഴിയും. ഒന്നുകിൽ അതിന്റെ യജമാനൻ വന്ന്, ഉടമസ്ഥൻ വന്ന് അതിനെ അടിച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാതുകളിൽ ആ ആട്ടുകൊറ്റന്റെ കരച്ചിൽ കേൾക്കാം. ഉടമസ്ഥനും കേട്ടില്ല, അബ്രഹാമും കേട്ടില്ല. പ്രിയരെ, ഇന്ന് രാത്രി എന്റെ സമയം തീരുകയും എനിക്ക് വചനത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരണ്ടേയും ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു കാര്യം എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, അനുസരിക്കേണ്ട സമയത്ത് കരുതലിന്റെ ആഴം അന്വേഷിക്കാൻ പോകരുത്. ദൈവത്തിന്റെ കരുതലുകൾ അതിന്റെ ശരിക്കും പറഞ്ഞാൽ അന്ത്യത്തിലെത്തി. അതിന്റെ ഏറ്റവും അന്ത്യത്തിൽ അബ്രഹാമിന് ഇസ്ഹാക്കിനെ നഷ്ടപ്പെടുന്ന അവസാന നിമിഷം അനുസരണത്തിന്റെ ഉച്ചകോടിയിലേക്ക് എത്തുമ്പോഴാണ്, അതെ, അബ്രഹാം വാള് കയ്യിലെടുത്തു വെട്ടുവാൻ ഒരുങ്ങുന്ന നിമിഷം വരെ അബ്രഹാമിന്റെയോ ഇസ്ഹാക്കിന്റെയോ കാതുകളിൽ ആട്ടുകൊറ്റന്റെ ശബ്ദമല്ല കേൾപ്പിച്ചത്, പിന്നെയോ അദൃശ്യനായ ദൈവത്തിന്റെ ശബ്ദവും അവന്റെ അവനോടുള്ള അനുസരണവും വെളിവായി കഴിഞ്ഞ അടുത്ത നിമിഷം എന്ത് കേട്ടു? കൊമ്പ് കാട്ടിൽ പിടിപെട്ടിരിക്കുന്ന ആട്ടുകൊറ്റനെ കണ്ടു, തിരിച്ചറിഞ്ഞു, പിടിച്ചുകൊണ്ട് വന്നു. പ്രിയരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അനുസരണത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കരുതലിനെ അന്വേഷിക്കും. ദൈവത്തിന്റെ കരുതലിന്റെ ഉറവിടങ്ങളെ അന്വേഷിക്കും. നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, വിശ്വാസം നടക്കാൻ പറ്റത്തില്ല. ഈ സമയം, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, പരിശോധനയും പരീക്ഷകളുടെയും നടുവിൽ ഒരിക്കലും മടുത്തു പോകരുത്, തളർന്നു പോകരുത്, കാലുകളെ മുൻപോട്ട് വെക്കുക. ഒന്നും കണ്ടില്ലാന്നോർത്ത് പിന്മാറിപ്പോകരുത്. ദൈവം ഒന്നും പ്രവർത്തിക്കുന്നതോർത്ത് മനസ്സ് തകർന്നു പോകരുത്. ദൈവത്തിന്റെ കരുതലുകൾ അത് ദൈവം വളരെ ഭദ്രമായി മറച്ചു വെച്ചേക്കുക, സൂക്ഷിച്ചു വെച്ചേക്കുക. അവന്റെ പര്യാപ്തതയ്ക്കകത്ത്, അവന്റെ സഫിഷ്യൻസിയിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന, ഞാൻ ചോദിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെ ദൈവം മറച്ചു വെച്ചത് അവന്റെ ക്രൂരതയുടെ മുഖമല്ല, പിന്നെയോ വിശ്വാസം നടക്കുവാനും അനുസരണം പുറത്തുകൊണ്ടുവരാനുള്ള അവൻ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ദയവായി അതിനെ നശിപ്പിക്കരുത്. ദയവായി an obstacle turned into an opportunity എന്ന് പറയുന്ന പോലെ ആ പ്രതിസന്ധി എന്തിന് കാരണമാകുമെന്നറിയാമോ? നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണവും തെളിയിക്കാനുള്ള അവസരമാണ്. ആ സമയത്ത് അബ്രഹാം അത് ചിന്തിക്കാണ്. മോൻ ചോദിക്കുമ്പോ അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി അല്ല നടന്ന്, മോനെ എനിക്ക് ഒറ്റ കാര്യം അറിയത്തുള്ളൂ, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളൂ, the Lord will provide. ഇതിനകത്ത് നമുക്ക് അത് പറയാൻ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഹൗ ടു പ്രൊവൈഡ് എന്നുള്ള ആൻസർ നമ്മൾ കൊടുക്കട്ട. ഹൂ വിൽ പ്രൊവൈഡ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പോലെ
ധൈര്യസമേതം വിളിച്ചു പറയണം, അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല, എന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, ആരെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം. ആര് കരുതും? എന്റെ ദൈവം എനിക്ക് വേണ്ടി എങ്ങനെ കരുതുമെന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കണം. ഞാൻ ദൈവമല്ലെന്ന് ഉത്തരം പറയാൻ ഞാനൊരു ദൈവമായതല്ല. അവന്റെ മഹത്വത്തെ ഞാൻ വർണ്ണിച്ചിരിക്കും. അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എങ്ങനെ കരുതുമെന്ന് പറയാനല്ല നമ്മളെ വെച്ചിരിക്കുന്നത്. ആര് കരുതും? മതിയായവനാ അവൻ, മതിയായവനാ. അവന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ നാം കടപ്പെട്ടവരാ. ഇതിനകത്ത് പറയട്ടെ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തെ ബാധിച്ചില്ല. തീവ്രമായ ആഗ്രഹം തടസ്സപ്പെട്ടുകൊണ്ട് ബന്ധത്തെ അത് ബാധിച്ചില്ല. കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള പ്രത്യാശയ്ക്ക് അത് മങ്ങലേറ്റില്ല. ഞാൻ ഈ ഭാഗം അടുത്ത ആഴ്ച പറയാം. ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ ഭാഗം പറയാം. എന്താണ് അപ്പോസ്തലന്റെ മനസ്സിലുണ്ടായ ഭയം? ആ സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തലമുറ പറയുന്ന പോലെ പീഡനങ്ങളാണോ ഈ സാത്താനെ തടസ്സപ്പെടുത്തുന്നതാണോ, അങ്ങനെ വല്ലതും അപ്പോസ്തലൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. മറിച്ച് കൃത്യമായി അപ്പോസ്തലന്റെ മനസ്സിൽ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ ഭയം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി നമ്മുടെ വാക്കുകളെ നമുക്കിവിടെ ചുരുക്കാം. ദൈവവചനത്തിന്റെ ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടട്ടെ. നമുക്ക് ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും നമ്മളെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തോട് ഇടപെടുകയാണ്. വളരെയധികം കർത്താവെ, ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു, ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹം നന്മയ്ക്കല്ലേ? ഞാൻ തിന്മയ്ക്കായി എന്തെങ്കിലും അങ്ങയോട് ചോദിക്കുന്നുണ്ടോ? ഞാൻ ദോഷത്തിനായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്നിട്ടും അങ്ങ് എന്താ ആ വഴിയെ തടുക്കുന്നത്? എന്നിട്ടും എന്താ അങ്ങ് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മറുപടി തരാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന നമ്മളോടുള്ള ദൈവത്തിന്റെ മറുപടി കേട്ടോണം. നിനക്കൊരു നഷ്ടവും വരാതെ നിന്റെ ജീവിതത്തിൽ ഞാൻ അടച്ചാലും നിനക്ക് ലാഭം, ഞാൻ തുറന്നാലും നിനക്ക് ലാഭം. പ്രതിയോഗി വഴി തടഞ്ഞാലും നിനക്ക് ഇരട്ടി അനുഗ്രഹം. തന്റെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ പുനരാഗമനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരുവാൻ ദൈവം ശക്തനാണ്. ഇതിനെയൊന്നും ബാധിക്കാതെ നമ്മളെ മുൻപോട്ട് നടത്താൻ ദൈവം മതിയായവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് മുഖാമുഖം കാണാൻ ഭയങ്കര ആഗ്രഹമാണ്, നടന്നില്ല. പക്ഷെ അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ക്രിസ്തുയേശുവിന്റെ പുനരാഗമനത്തിലുണ്ടല്ലോ, കണ്ടേക്കാമെന്നല്ല. ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ പറയാം, നമ്മൾ ഇനി നാളെ കണ്ടേക്കാം, ദൈവം അനുവദിച്ചാൽ. പക്ഷെ പുനരാഗമന കാര്യം അങ്ങനെ പറയല്ലേ. പുനരാഗമന കാര്യത്തിൽ നാം കണ്ടിരിക്കും, നാം ഒന്നിച്ചായിരിക്കും. നമ്മൾ പരസ്പരം അഭിമാന കിരീടമായി, പ്രശംസാ കിരീടമായി നാം ആ പുനരാഗമന ദിവസത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കും. അത് കണ്ടേക്കാമെന്നുള്ളത് ഈ ഭൂമിയിലെ കാഴ്ചയെ പറയാവൂ. പക്ഷെ പുനരാഗമന ദിനത്തിന്റെ കൂടിക്കാഴ്ച ഒരു പെക്ഷയില്ല, നടന്നേക്കാമെന്നല്ല, അത് നടന്നിരിക്കണം. അതിനുവേണ്ടി ഈ യാത്ര മുഴുവനും. പക്ഷെ ആ യാത്രയിൽ ചോദ്യം ഇതാണ്, നാം ആർക്കൊക്കെ അഭിമാന കിരീടമാകും? നാം ആരുടെയൊക്കെ സന്തോഷത്തിനും പ്രശംസയ്ക്കും കാരണമാകും? അങ്ങനെ ആകണമെങ്കിൽ തെസ്സലോനിക്കർ നയിച്ചൊരു ജീവിതം പോലെ നമ്മള് നയിക്കണം. അപ്പോസ്തലനായ പൗലോസ് പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്ക വിശ്വാസികളെ ഉറപ്പിച്ചുകൊണ്ട് പറയുക, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യത്തിന്റെ ഒരു സർട്ടിഫിക്കേഷൻ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തല്ലോ ഒരു ISI മുദ്ര പോലെ ഈ വാക്കുകൾ ശക്തമായി മാറി. നിങ്ങളാണെന്ന്, നിങ്ങളല്ല പിന്നെ ആരാ? ഞങ്ങളുടെ തല ഉയർത്തി ആ പുനരാഗമന ദിവസത്തിൽ ഞങ്ങളെ ഷൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന, ഞങ്ങൾ ഗ്ലോറിയസ് ആയി നിൽക്കാൻ പോകുന്ന, ഞങ്ങളുടെ തല ഉയർന്നു നിൽക്കാൻ ഒരു കിരീട അക്ഷരാർത്ഥത്തിൽ കൊണ്ട് വെക്കണ്ട, അല്ലാതെ ഞങ്ങൾ കിരീടധാരികളായി നിൽക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ സ്നേഹപ്രേരിതമായ പ്രയത്നവും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ മാതൃകയും ഞങ്ങളെ കിരീടധാരികളാക്കിയിരിക്കുന്നു. ആ ദിനത്തിൽ അത് വെളിപ്പെടാൻ പോകുന്നത് അപ്പോസ്തലൻ പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സകലവും നന്മയ്ക്കാക്കി തീർക്കുന്നു. അവൻ വഴി നിരത്താൻ കഴിവുള്ളവൻ, അതേപോലെ തന്നെ വഴി അടയ്ക്കാനും അവൻ ചിലപ്പോൾ അനുവദിക്കും. കേട്ടോണം, നമ്മുടെ ദൈവത്തിന് വഴി നിരത്താൻ മാത്രമല്ല അറിയാവുന്നേ, വഴി അടയ്ക്കാനുമില്ല. പക്ഷെ അവൻ വഴി അടച്ചാലും വഴി നിരത്തിയാലും തന്റെ മക്കൾ വിളിച്ചു പറയണം, തന്റെ പരമാധികാരത്തിൽ എല്ലാം നന്നായി ചെയ്യാൻ അവന് അറിയാം. അവന്റെ കരുതലുകൾ മറച്ചു വെച്ചാൽ അത് ആർക്കാ ഗുണമെന്നറിയാവോ?
നമുക്ക് ഗുണമാണ്. നമ്മുടെ വിശ്വാസം പൊന്നുപോലെ പുറത്തു വരും, ശോധന ചെയ്യപ്പെട്ട് പുറത്തു വരും. തക്ക സമയമാകുമ്പോൾ ആ കരുതൽ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും, ഞാൻ ഇവർക്ക് വേണ്ടി ഇവന് വേണ്ടി കരുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവർ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്, മറിച്ച് ഞാനെന്ന വ്യക്തിയിലാണ് അവര് ആശ്രയിക്കുന്നത്. നമുക്ക് ചേർന്ന് ദൈവത്തിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വചനങ്ങളാൽ